ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, വീണ്ടും നമുക്ക് ദൈവത്തിൻ്റെ വചനമായിട്ട് മറ്റൊരു പ്രഭാതം നമുക്ക് ഒന്നിച്ച് കാണുവാൻ ദൈവം നമ്മളെ സഹായിച്ച കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും മറ്റൊരു ചിന്താ വിഷയമായിട്ട് പ്രിയ ദൈവമക്കളെ ദിവസം നമുക്ക് മഹത്വപ്പെടുത്തുവാനും ആരാധിപ്പാനും ചിന്തിപ്പാനും ദൈവം നമ്മളെ ഒരുക്കിയ ഈ അവസരത്തിനായി വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ചിന്തയിലേക്ക് എല്ലാ പ്രിയ മക്കളെയും വളരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയത്തിൻ്റെ തലക്കെട്ട് അനുസരണം സന്തോഷമായി മാറുന്നു എന്നതാണ്. അതിന് എടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 1 അതിൻ്റെ 1-2 വാക്യങ്ങളാണ്. അത് വായിക്കുന്നത്: ദുഷ്ടന്മാരുടെ ആലയപ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തെ സന്തോഷിച്ച് ഒരു ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണ്. അപ്പോൾ അനുസരണം എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്നു എന്ന് ഈ സങ്കീർത്തനത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് ആ ന്യായപ്രമാണത്തെ രാപകൽ നാം അനുസരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ രാപകൽ ധ്യാനിക്കുമ്പോൾ നമുക്ക് സന്തോഷമുള്ളവരായിട്ട് മാറുവാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അനുസരണം എന്ന് പറയുന്നത് പലപ്പോഴും നമുക്കറിയാം, കുഞ്ഞുങ്ങൾ മുതൽ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാർ വരെയും പല സമയങ്ങളിലും അത് പെട്ടെന്ന് ഉൾക്കൊള്ളുവാനോ പെട്ടെന്ന് അനുസരിക്കുവാനോ പെട്ടെന്ന് കേൾക്കുവാനോ പെട്ടെന്ന് കീഴ്പ്പെടുവാനോ കഴിയാത്ത ചില സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്. പ്രത്യേകം നമുക്കറിയാം, കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നമ്മൾ അനുസരണത്തെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും പല കാര്യങ്ങൾ ആവർത്തിച്ച് പറയുമ്പോഴായിരിക്കും പക്ഷേ അവർ മനസ്സിലാക്കുക അല്ലെങ്കിൽ അനുസരിക്കുക. മുതിർന്നവരെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടൊരു കാര്യം പറയുമ്പോൾ അത് പെട്ടെന്ന് അത് കേട്ട് അതനുസരിക്കുക എന്നുള്ളൊരു ശീലം അനേകരിൽ ഒരു പക്ഷേ ഉണ്ടാവില്ല. എന്നാൽ ചിലരെ സംബന്ധിച്ച് ഒരു കാര്യം പെട്ടെന്ന് അനുസരിക്കുന്ന ശീലമുണ്ട്. അപ്പം അനുസരണം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ലാതായി തീരുമ്പോഴും അനുസരണം നാം ശീലിക്കുമ്പോൾ, ആ അനുസരണം നാം കീഴ്പ്പെടുമ്പോൾ, ആ അനുസരണത്തിൽ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ സന്തോഷം അത് പ്രദാനം ചെയ്യുന്നു എന്ന് ദൈവത്തെ ഞാൻ പറയുന്നു. കാരണം ദൈവരാജ്യത്തിൻ്റെ ഓരോ പ്രജയും അല്ലെങ്കിൽ ഓരോ വ്യക്തികളും ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുന്ന ഓരോരുത്തരും ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിക്കുവാൻ ബാധ്യസ്ഥരാണ്. കാരണം ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിക്കാതെ ആർക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കാൻ കഴിയില്ല. കാരണം നാം ഒരു നല്ല ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ കൽപ്പനകളും ദൈവത്തിൻ്റെ നിയമങ്ങളും നമ്മൾ അനുസരിച്ച് നമുക്ക് മതിയാവും. ആ അനുസരണം നമ്മുടെ ജീവിതത്തിൽ ഇല്ലായെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാനസാന്തര അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയോ നാം കർത്താവിന് കീഴ്പ്പെടുവാനോ അല്ലെങ്കിൽ മനുഷ്യർക്ക് കീഴ്പ്പെടുവാനോ അല്ലെങ്കിൽ ഉപദേശകന്മാർക്ക് കീഴ്പ്പെടുവാനോ മുതിർന്നവർക്ക് കീഴ്പ്പെട്ട് ജീവിക്കുവാൻ നമുക്ക് കഴിയില്ല. അപ്പം അനുസരണം എന്ന് പറയുന്നത് അനേക കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ ഗുണങ്ങളിൽ, നമ്മുടെ ജീവിത ശൈലികളിൽ അനേക നല്ല ഗുണപരമായ മാറ്റം ഉണ്ടാക്കുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും വൈമനസ്യമില്ലാതെ, വിമുഖതയില്ലാതെ അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ അനുസരിക്കുവാൻ വെമ്പൽ കാട്ടുന്ന അല്ലെങ്കിൽ അനുസരിക്കുവാൻ നല്ല മനസ്സുള്ള വ്യക്തികളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശിക്ഷ പലപ്പോഴും നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്നെങ്കിൽ ശിക്ഷയിലൂടെ നമുക്ക് ലഭിക്കുന്ന അറിവും ശിക്ഷയോട് നമുക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ ആ ഗുണീകരണം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സഹായിക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് അനുസരണം ആദ്യം വിഷമകരമായിട്ട് തോന്നും എങ്കിലും അത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷമായിട്ടത് മാറുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ സ്നേഹിക്കുന്നു, അവർക്ക് തക്ക പ്രതിഫലം ഞാൻ നൽകുന്നു ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതുകൊണ്ടാണ്. അപ്പം നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ നാം ദൈവത്തെ അനുസരിക്കുന്നവരും ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നവരുമായി തീരണം. നമ്മൾ വെറുതെ നമ്മുടെ അധരങ്ങൾ കൊണ്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഞാനൊരു വിശ്വാസം ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കാര്യം അവിടെ അവസാനിച്ചു. പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം അത് യാഥാർത്ഥ്യമാണ്, എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാകുന്നു എന്ന് പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. എൻ്റെ അനുസരണം, എൻ്റെ താഴ്മ, അതുപോലെ എൻ്റെ ദൈവഭക്തി എത്രമാത്രം ജീവിതത്തിലുണ്ട് എന്ന് നാം തിരിച്ചറിയുകയും നാം പരിശോധിക്കുകയും ചെയ്യുമ്പോഴാണ് നാം ഒരു യഥാർത്ഥ വ്യക്തികളായിട്ട് ദൈവത്തിൻ്റെ മക്കളായിട്ട് മാറുന്നത്. അപ്പോൾ അവിടെ ന്യായപ്രമാണം വിശുദ്ധവും ന്യായവും നല്ലതും എന്ന് ദൈവത്തിൻ്റെ ദാസനായ പൗലോസ് പറയുമ്പോൾ അത് ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ എത്രമാത്രം അത് ഉപകാരപ്രദമാണ്, എത്രമാത്രം അവിഭാജ്യ ഘടകമായിട്ട് മാറുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം ന്യായപ്രമാണം എന്ന് പറയുന്നത് വിശുദ്ധവും ന്യായവും നല്ലതും എന്ന് പറയുമ്പോൾ ഏത് ദൈവ പൈതലിനെ സംബന്ധിച്ചും അത് ജീവിതത്തിൽ മാറ്റി നിർത്താൻ കഴിയുന്ന ഒന്നല്ല. അപ്പോൾ അനുസരണം എന്ന് പറയുന്നത് ആദ്യത്തിൽ നമുക്കൊരു ആദ്യ കേൾക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ നമ്മളത് അംഗീകരിക്കേണ്ട സമയങ്ങളിൽ ഒരു പ്രയാസം തോന്നും എങ്കിലും തീർച്ചയായിട്ടും നമ്മളത് അനുസരിച്ച് കഴിയുമ്പോൾ നമ്മൾ പൂർണ്ണമായ സന്തോഷം അതായിട്ട് മാറുവാൻ കഴിയും. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുക, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക, ന്യായപ്രമാണം അനുസരിക്കുക, ഉപദേശങ്ങൾ അനുസരിക്കുക, അതുപോലെ ദൈവത്തിൻ്റെതായ ഉപദേശത്തെ അനുസരിച്ച് നടക്കുവാനും നമ്മൾ ഉപദേശിക്കുന്നവരെ അവർ ഉപദേശം കേട്ട് അനുസരിക്കുവാനും
അതുപോലെ നമ്മളെ നല്ല വഴിയിൽ നടത്തുവാൻ നമുക്ക് നിർദ്ദേശങ്ങൾ തരുന്നവരുടെ ആ നിർദ്ദേശങ്ങളെ കേട്ട് അനുസരിക്കണം. അങ്ങനെ പല രീതിയിൽ നമ്മളെ തന്നെ രൂപാന്തരപ്പെടുത്തുവാനും നമ്മളിൽ തന്നെ ഒരു പുതിയ വ്യക്തി വളർന്നു വരുവാനും ഒരു ജീവിതശൈലി നമ്മളെ തന്നെ രൂപപ്പെടുവാനും ആവുമ്പോഴാണ് നാം ഒരു ശരിയായ മാനസാന്തരത്തിൻ്റെ പാതയിലേക്ക് കടന്നു വരുന്നത്. അപ്പം ആ തരത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങളായിക്കോട്ടെ, നമ്മുടെ സഹോദരങ്ങളായിക്കോട്ടെ, നമ്മുടെ ഭവനത്തിലുള്ള മറ്റ് ആരുമായിക്കൊള്ളട്ടെ, അവരൊക്കെയും ഇത്തരത്തിൽ ഒരു അനുസരണ മനോഭാവത്തിൽ തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അവർ ജീവിതങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഗുണപരമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും പഠിച്ചും ദൈവസന്നിധിയിൽ ദിനംതോറും നമുക്ക് സന്തോഷമുള്ളവരായിട്ട് ജീവിക്കുവാൻ, ദൈവത്തിൽ പ്രത്യാശയുള്ളവരായിട്ട് ജീവിപ്പാൻ, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന സന്തോഷമുള്ളവരെ കാണുവാനും, പ്രാർത്ഥിക്കുന്ന സന്തോഷമുള്ളവരെ നമുക്ക് കാണുവാനും, അതുപോലെ ദൈവമായിട്ട് നടത്തുന്ന എല്ലാ സംസർഗങ്ങളും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം പകരുന്നതായിട്ട് നമുക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ അനുഭവത്തിൽ നമുക്ക് നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ സമൂഹങ്ങളിലും നമ്മുടെ സഭകളിലും ആയിരിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ അനുസരണത്തിൻ്റെ ശീലം നമ്മളെ പഠിപ്പിക്കുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എളിയ ധ്യാനം ഞാൻ അവസാനിപ്പിക്കുന്നു. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. അടികളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, എന്നുള്ള ദൈവമേ, തിരുനാമത്തിനായി നന്ദി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അടിയങ്ങൾ അനുസരണത്തെക്കുറിച്ച് വീണ്ടും കേൾക്കുവാൻ അടിയങ്ങൾക്ക് ഒരു അവസരം നൽകിയല്ലോ. അനുസരണം കർത്താവെ അതിൻ്റെ ആദ്യഘട്ടത്തിൽ പ്രയാസമായി തോന്നുമെങ്കിലും അത് അടികൾക്ക് നൽകുന്ന സന്തോഷം എത്രമാത്രമാകുന്നുവെന്ന് അനുഭവിച്ചറിയുവാൻ അടിയങ്ങൾ ഓരോരുത്തരും കർത്താവ് സഹായിക്കുകയും, കർത്താവെ, അടിയങ്ങൾ നിന്റെ കുഞ്ഞുങ്ങളായി ജീവിക്കുന്നുവെങ്കിൽ അവിടുത്തെ ന്യായപ്രമാണം അനുസരണമുള്ളവരായി, അവിടുത്തെ വചനത്തെ അനുസരണമുള്ളവരായി, അതുപോലെ കർത്താവിൻ്റെ ഉപദേശങ്ങൾ അനുസരണമുള്ളവരായി ജീവിക്കാൻ മാത്രമല്ല മറ്റുള്ളവർക്ക് മാതൃകയുള്ളവരായി കർത്താവ് അടിയങ്ങൾ ഓരോരുത്തരും മാറ്റപ്പെടുവാൻ തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മാവ് അടിയങ്ങളെ സഹായിക്കണം. അടിയങ്ങളുടെ ഭവനങ്ങളും എല്ലാവരും അനുസരണമുള്ളവരായി, പരസ്പര ബഹുമാനമുള്ളവരായി, താഴ്മയുള്ളവരായി, വിനയമുള്ളവരായി ജീവിപ്പാൻ, അങ്ങനെ കർത്താവ് അവിടുത്തെ സാക്ഷ്യം അടിയങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുവാനും, അടിയൻ ജീവിതം കാണുന്ന മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ മക്കളുടെ ജീവിതം ഇതാകുന്നു എന്ന് തിരിച്ചറിയാനുള്ള ആ ഗുണപരമായ രീതിയിൽ അടിയങ്ങൾക്ക് ജീവിപ്പാൻ തക്കവണ്ണം അടിയങ്ങളോട് സഹായിക്കണം. അവിടുത്തെ അനുഗ്രഹങ്ങളാൽ നന്മകൾ അടിയങ്ങൾ നിറയ്ക്കുകയും പരിപാലിക്കുകയും ചെയ്യണം. അടിയങ്ങൾ കുറവുകളെ കർത്താവ് ക്ഷമിക്കണമേ, മാനമൊത്തവർത്തിട്ടും എല്ലാ അടിയങ്ങൾക്ക് ആജീവനെ തന്ന യേശു നാം ചോദിക്കുമ്പോൾ ദൈവമേ, ആമേൻ.